ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അയർലാൻഡിലെ സ്ലൈഗോ കൗണ്ടിയിലുള്ള ലേഡീസ് ബ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. ഇതൊക്കെ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. ഫുള്ള് മലയും കുന്നും കാടൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പോണ വഴിയിൽ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് വണ്ടി ഓടിക്കാം. പിന്നെ അത്ര അധികം വണ്ടിയൊന്നും ഇല്ല, ഇതൊരു ഒരു കൺട്രി സൈഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ് കേസ്. അപ്പോൾ ഇതൊരു കുഞ്ഞു വഴികടൊക്കെയാണ് കേട്ടോ പോണേ. അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു അരുവി പോലെ ഭയങ്കര ഭംഗിയുള്ള എന്താ പറയുക, പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വീണിട്ട് ഭയങ്കര അരുവി പോലുള്ള ഒരു സ്ഥലം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഒരു ഇങ്ങനെ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പാറക്കല്ലിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന സൗണ്ട് മാത്രം കേൾക്കുക എന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിത് ഇവിടേക്ക് എത്തി ഇങ്ങനെയൊക്കെ നടന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ ചെറിയൊരു പുല്ലി കൂടെ തന്നെ ചെറിയൊരു വഴി ഉണ്ട്. അതുകൂടാതെ നമ്മളിത് എല്ലാവരും കൂടെ കല്ലുമ്പോൾ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ട് കടന്നു. അപ്പം ഞാൻ കടക്കാൻ വേണ്ടിയുള്ള പ്രഹസനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പേടി കൂടുതലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഞാൻ ഇവിടെ ഇതുവരെ വെള്ളത്തിൽ കാലിട്ടിട്ടില്ല ഗൈസ്. നമ്മൾ ഒരുപാട് ബീച്ചിലും കുറേ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും വെള്ളത്തിൽ ഞാൻ ആദ്യമായിട്ട് കാലിടാൻ പോവാണ്. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ റിസ്ക് എടുത്ത് വെള്ളത്തിൽ കാലിടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇതാക്കാറില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക, വെള്ളത്തിൽ കാലിട്ട് ഗൈസ്. അപ്പം നല്ല തണുപ്പ് തന്നെയായിരുന്നു, നല്ല തണുപ്പായിരുന്നു വെള്ളം. അങ്ങനെ നമ്മളിത് കാലൊക്കെ നടക്കാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും നിർബന്ധിക്കുക അങ്ങോട്ട് മറ്റേ ഇതൊക്കെ കടക്കാൻ വേണ്ടി. ഒരാൾ ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്, നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ, ഇതിലേക്കാളും കുറച്ചും കൂടെ വെള്ളം വരും കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ ഒരു വെള്ളപ്പൂവാണ് കേട്ടോ. നമുക്ക് റോഡ് സൈഡിലൊക്കെ ഇപ്പോൾ ഫുള്ളി വെള്ളപ്പൂവാണ്. നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂ തികച്ചും മുല്ലപ്പൂ പോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു പൂ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ഫുള്ള് ഈ ഒരു മഞ്ഞപ്പൂവായിരുന്നു ആദ്യം. ആ മഞ്ഞപ്പൂ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പോൾ വേറൊരു വെള്ളപ്പൂവും കൂടെ വന്ന പോലെ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ പൂക്കൾക്കൊന്നൊരു സ്മെല്ലില്ലേ? സ്മെല്ലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത് വരുമ്പോൾ നമുക്കൊരു സ്മെല്ലുണ്ടെങ്കിൽ കിട്ടണമല്ലോ. അങ്ങനെ സ്മെല്ലില്ല. ഞാൻ പിന്നെ പൊട്ടിച്ച് മണത്ത് നോക്കിയിട്ടില്ല, കാരണം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ ചിലപ്പോൾ വല്ല അലർജി ഒക്കെ വരും, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല എന്ന് ഇവിടെ കേട്ടോ. എനിക്കറിയില്ല അത് ഇതാണെന്ന്, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് മണപ്പിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഞങ്ങളാരും. അങ്ങനെ നമ്മളിത് കടക്കാൻ വേണ്ടി പറയാണ്. അവിടെ നല്ല ഗ്യാപ്പായിരുന്നു, എനിക്ക് കാലെത്തുണ്ടായില്ല. ഇവരൊക്കെ ചാടിക്കടന്നു ഗൈസ്, അപ്പോൾ എനിക്കത് കാലെത്തുണ്ടായില്ല. അപ്പോൾ അപ്പുറത്ത് കൂടെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കടന്നപ്പോൾ അവിടെ സ്ലിപ്പായിട്ട് വീണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഇങ്ങനെ വഴുതി കൈ ഇങ്ങനെ കുത്തിയിട്ടു. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നിർത്തി അപ്പുറത്ത് കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കടന്ന് അപ്പുറത്തൊരു പുല്ല് ഉള്ളൊരു ഭാഗമുണ്ട്, നമുക്കൊരു ചെറിയൊരു വഴി പോലെ. അങ്ങനെ കടന്നിട്ട് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് പാറമേലേക്ക് കടക്കാം കേട്ടോ. പിന്നെ നിർബന്ധമൊക്കെ നിർത്തി കഴിച്ച് സ്വയം വീഴാൻ പോയപ്പോൾ നിർബന്ധിക്കല് സത്യം പറഞ്ഞാൽ നിർത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ അവിടെ നിന്ന് കുറേ ഇതൊക്കെ എടുത്തു. എനിക്കാണെങ്കിൽ ഒന്നാമത്തെ പേടിയായിരുന്നു. ഞാനാണെങ്കിൽ ഇതിൻ്റെ തലേദിവസം റോട്ടിൽ വീണിട്ട് കാലൊക്കെ പൊട്ടിക്കിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അല്ലെങ്കിൽ പേടിയാണ്. അപ്പോൾ പിന്നെ വീണിട്ട് പിന്നെയും വീണ്ടും വീണാലോ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെയൊക്കെ നമ്മളിവിടെയൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുറച്ചൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ നടന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണ കേസ്. അപ്പോൾ ഏകദേശം ഒരു രാത്രി 8:45 ആയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടൊന്നും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ബൈ.